بسم الله الرحمن الرحيم محمد يا حبيبي حبيبي سلام عليك يا أنس الغريب سلام عليك يا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ നമ്മുടെ വഅദിന്റെ പരിപാടിയുടെ തുടക്ക ദിവസമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബഹുമാനപ്പെട്ട ജമലുല്ലൈലി തങ്ങളവറുകളുടെ ആക്സിഡന്റ് മരണവുമായി ബന്ധപ്പെട്ട് മഹാനവറുകളുടെ മയ്യിത്ത് നിസ്കാരത്തിലും മറ്റും പങ്കെടുക്കൽ അനിവാര്യമായതുകൊണ്ട് നേരത്തെ സംഘാടകൻ എന്ന നിലക്ക് എത്തിച്ചേരേണ്ട എനിക്ക് എത്താൻ അല്പം വൈകി. അതിൽ നാട്ടുകാരോടും രക്ഷിതാക്കളോടും എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആളുകൾക്കും എല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും എല്ലാം അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അവരെയും നമ്മയുമെല്ലാം അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കഫാ ബിൽ മൗതി മൗഇള, ഏറ്റവും വലിയ വഅദ് മരണമാണ്. അതിനേക്കാൾ വലിയൊരു വഅദ്, വലിയൊരു ഉപദേശം വേറെ ലോകത്ത് ഇല്ല. ഏറ്റവും വലിയ ഉപദേശം മരണമാണ്. പെരിങ്ങത്തൂരിൽ മുമ്പ് വലിയ ഒരു സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സമ്മേളനത്തിൽ വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതൻ മരണപ്പെട്ടു പോയതായി മുമ്പ് കേട്ടിട്ടുണ്ട്. വഅദ് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വഅദ് പറയുന്നത് തീർക്കുന്നത് വരെ
ഗ്യാരണ്ടി വഅദ് പറയുന്നവന് ഇല്ല, വഅദ് കേൾക്കുന്നവർക്കും ഇല്ല. കടവത്തൂരിൽ ഞാനൊരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പെട്ടെന്ന് വഅദ് കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ മരണപ്പെട്ടുപോയി. ഞാൻ ആ വഅദ് നിർത്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അതുപോലെ ഏതു മനുഷ്യനും 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാർ പെട്ടെന്ന് മരണപ്പെട്ടുപോയി. ആരോഗ്യം നേരത്തെ കുറവാണെങ്കിലും അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. മനുഷ്യർ എപ്പോഴും ഏത് മനുഷ്യനും ആലോചിക്കേണ്ട ഏറ്റവും വലിയ കാര്യം മനുഷ്യന്റെ നേരെ മുന്നിൽ മരണം നിൽക്കുന്നു എന്നതാണ്. അത് ഏത് സമയത്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു വിവരവും മുൻകൂട്ടി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് ഭാവിയെ സംബന്ധിച്ചാണ്. കഴിഞ്ഞതിനെ സംബന്ധിച്ച് ആലോചിച്ചതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതായിരുന്നാലും അങ്ങനെ അങ്ങ് നടക്കും. ഇനി എന്ത് എന്നതിനെ സംബന്ധിച്ചാണ് ഏതൊരു മനുഷ്യനും ചിന്തിക്കേണ്ടത്. ഇനി എന്ത് എന്ന വിഷയത്തിൽ മനുഷ്യന് പിന്നീട് പരിഹരിക്കാൻ കഴിയാത്ത ജീവിതമാണ് മരണത്തോടുകൂടെ സംഭവിക്കുന്നത്. അത് ഏത് സമയത്തും സംഭവിക്കാം എന്നതുകൊണ്ട് തന്നെ ബുദ്ധിയും വിവരവും ചിന്തയും ഉള്ള വിശ്വാസമുള്ള മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് മരണത്തെ സംബന്ധിച്ചാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സർവ രസങ്ങളെയും സർവ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. സഹോദരന്മാരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രസംഗം തീരുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ അവറുകളും ഇവിടെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അതുകൊണ്ട് ഒരല്പസമയം സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കഅബ ശരീഫിന്റെ സമീപത്ത് ഒരു ദിവസം വന്നു. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, സഹാബികളുടെ കൂട്ടത്തിൽ ഒരു പ്രഗൽഭനായ സഹാബിയാണ്. ആ മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു മറ്റൊരു മനുഷ്യനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ കൂടെ അടിമയെ സംബന്ധിച്ച് ഒരു ദിവസം ഇന്നകംറും ഫീക ജാഹിലിയ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകളോട് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം സംഭവിച്ചിരുന്നു. കാരണം സ്വന്തം അടിമ, സ്വന്തം ജോലിയെടുക്കുന്ന ഭൃത്യൻ, ആ അടിമയോട് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു യബ്ന സൗദാ, കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചുപോയി. വാസ്തവത്തിൽ ഒരു മനുഷ്യനും ഇഷ്ടപ്പെടാത്ത വാചകങ്ങൾ ആരെയും വിളിക്കാനോ പറയാനോ പരിശുദ്ധ ഇസ്ലാമിൽ പാടില്ല. അഥവാ ഇനി ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വിളിച്ചാൽ അത്ര തന്നെ അങ്ങോട്ട് പറയാം എന്നതിൽ കവിഞ്ഞ് പരിശുദ്ധ ഇസ്ലാമിൽ ജായിസേ അല്ല, അനുവദനീയമേ അല്ല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, മഹാനവറുകൾ ദീനീ പ്രബോധന പ്രവർത്തനം നടത്തുന്ന കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹം ഭരണം നടത്തുമ്പോൾ വലിയ തീവ്രവാദികളായ കുറെ ജനങ്ങളുണ്ടായി. ആ തീവ്രവാദികൾ ഭരണാധികാരിയെ പലപ്പോഴും പുളിച്ച ചീത്ത പറയും, റോട്ടുമ്മലിറങ്ങിയിട്ട് പലപ്പോഴും കുറ്റം പറയും, പലതും പറയും. ആ സമയത്ത് അവരെ അറസ്റ്റ് ചെയ്യുകയും വധശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്നതിനെതിരെ മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയും, എത്ര തന്നെ ചീത്ത പറഞ്ഞാലും എത്ര തന്നെ തെറി പറഞ്ഞാലും അവരെ നിങ്ങൾ വധിക്കരുത്, അവർക്ക് നിങ്ങൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും അതുപോലെ വേണ്ടി വന്നാൽ അനുയോജ്യമായ ശിക്ഷ നൽകുകയും അല്ലാതെ നിങ്ങളെ ചീത്ത പറഞ്ഞതിന്റെ പേരിലും കുറ്റം പറഞ്ഞതിന്റെ പേരിലും നിങ്ങൾ വധിക്കരുത് എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സാധാരണ പറയാറുണ്ടായിരുന്നു.
ഒരു ദിവസം അതിലുള്ള ഒരു വലിയ ഭീകരവാദിയെ പിടിച്ചുകൊണ്ടുവന്ന് ഭരണാധികാരിയുടെ മുന്നിൽ ഹാജരാക്കിയപ്പോൾ രാജാവിന്റെ മുഖത്ത് നോക്കി പുളിച്ച ചീത്ത പറഞ്ഞു ഈ മനുഷ്യൻ. അപ്പൊ രാജാവ് പറഞ്ഞു, എത്ര എന്തു ചെയ്താലും ഇവരെ കൊല്ലരുത് എന്ന് പറയുന്ന ഒരു മുസ്ലിയാരുണ്ട്, അയാളെ പിടിച്ചുകൊണ്ടുവരണം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പിടിച്ചുകൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് രാജാവിനെ വളരെ മോശമായ നിലക്ക് ചീത്ത പറയുന്നത് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കേട്ടു. മുഴുവൻ കേട്ടതിന് ശേഷം ചോദിച്ചു, ഞാൻ ഇയാൾ എന്ത് ചെയ്യണം? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒന്നും പറയാതെ മൗനം ദീക്ഷിച്ചു. പറഞ്ഞാൽ രാജാവിന് ഇഷ്ടപ്പെടൂല, ഉള്ളതുപോലെ പറഞ്ഞാൽ ഇഷ്ടപ്പെടൂല. നിർബന്ധിച്ച് പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ പറയണം. നിങ്ങൾ എന്നെ പറഞ്ഞത് മുഴുവൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്ത് പറയും ഇപ്പൊ പറയണം, ഇല്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കും. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, രാജാവേ, നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞത് എത്രയാണോ അത്ര അങ്ങോട്ടും പറയാം. ഇങ്ങോട്ട് പറഞ്ഞ അത്ര നിങ്ങൾക്ക് അങ്ങോട്ടും പറയാം, അതിലപ്പുറം പാടില്ല എന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു അടിമയാണ്. ആ അടിമ ഒന്നും അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തോ ഒരു കാര്യത്തിന് ദേഷ്യം പിടിച്ചപ്പോ ഇബ്നു സൗദ കർത്തവന്റെ മകളെ എന്ന് വിളിച്ചു, കർത്തവളുടെ മകനെ എന്ന് വിളിച്ചു. അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വേദനയുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയില്ലത് പെട്ടപ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നമ്മുടെ സഹോദരന്മാരെ പോലെയാണ് നമ്മുടെ കൂടെയുള്ള അടിമകളും സർവന്റുകളും ജോലിക്കാരുമൊക്കെ. ഒരിക്കലും അവരോട് അപമര്യാദയായി സംസാരിക്കാനോ പെരുമാറാനോ പാടില്ല. ഇന്നകംറും ഫീക ജാഹിലിയ, നിങ്ങളിൽ ജാഹിലിയ കാലത്തുള്ള ചില സ്വഭാവം നിലനിൽക്കുന്നുണ്ടെന്നാണ് ഈ വാക്കറിയിക്കുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം സ്വന്തം അടിമക്ക് സ്വന്തം കഴിക്കുന്ന ഭക്ഷണം തന്നെ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു കൊടുക്കും. സ്വന്തം ധരിക്കുന്ന അതേ വസ്ത്രത്തിന്റെ അതേ തുണി കൊണ്ട് തന്നെ സ്വന്തം അടിമക്ക് വസ്ത്രം നൽകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഭാവം പഠിപ്പിച്ചു കൊടുത്തതിനാൽ സ്വന്തം അടിമയെ സ്വന്തം സഹോദരനെ പോലെ, സ്വന്തം ശരീരം പോലെ കണ്ടുകൊണ്ട് ജീവിച്ച വലിയ സംസ്കാരം പുലർത്തിയ മഹാനാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. പക്ഷേ സാമ്പത്തികമായി കൂടുതൽ സമ്പാദിക്കുന്ന ആളുകളോട് ധാരാളമായി ധർമ്മം ചെയ്യാൻ വളരെ ശക്തിയായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം കഅബ ശരീഫിന്റെ സമീപത്ത് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, എന്നെ അറിയുന്നവർക്കെല്ലാം എന്നെ അറിയാം, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഞാൻ പറയാം, ഞാൻ ജുൻദുബ് ഇബ്നു ജുനാദത്ത് ഗിഫാരി അബൂദർ ഗിഫാരിയാണ് ഞാൻ. നിങ്ങൾ വരൂ, ഹലുമ്മു ഇലാ അഖിൻ നാസിഹിൻ ശഫീഖിൻ ലക്കും അലൈക്കും, നിങ്ങളുടെ ഒരു സഹോദരനാണ് ഞാൻ, നിങ്ങളോട് എനിക്ക് മനസ്സിന്റെ ഉള്ളിൽ അങ്ങേയറ്റത്തെ താല്പര്യമാണ്, നിങ്ങളുടെ ഗുണകാംക്ഷ മാത്രമാണ് എന്റെ മനസ്സിലുള്ളത്. ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഉപദേശം നൽകാം, നിങ്ങളെല്ലാം കഅബ ശരീഫിന്റെ സമീപത്തേക്ക് വരൂ. എല്ലാ ആളുകളും അവിടെ സമ്മേളിച്ചു. മഹാനവറുകൾ ഉടൻ തന്നെ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, മൻ അറാദ മിൻകും സഫറൻ മിൻ അസ്ഫാരി ദുനിയ ലാ യഫ്അലു ദാലിക ഇല്ലാ ബിസാദ് ഫകൈഫ മൻ യുരീദു സഫറൽ ആഖിറതി ബിലാ സാദ്. നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു യാത്രക്കൊരുങ്ങിയാൽ, നിങ്ങളേതെങ്കിലും ഒരു പ്രദേശത്തേക്ക്, ഒരു നാട്ടിലേക്ക്, ഒരു പ്രദേശത്തേക്ക്, രാജ്യത്തേക്ക് നിങ്ങൾ യാത്രക്കൊരുങ്ങിയാൽ, നിങ്ങൾ ഹജ്ജിന് പോകാനൊരുങ്ങിയാൽ, ഉംറക്കും സിയാറത്തിനുമൊക്കെ പോകാനൊരുങ്ങിയാൽ, നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോകാനൊരുങ്ങിയാൽ, അവിടെയെല്ലാം നിങ്ങൾ സാധാരണയായി പോകുന്ന സമയത്ത് അവിടെ ആവശ്യമുള്ള വസ്തുക്കൾ എന്താണെന്നും പോകുന്ന വഴിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ എന്താണെന്നും ചിന്തിക്കുകയും അത് പരമാവധി കരുതിക്കൊണ്ട് യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്യൽ നിങ്ങളുടെ സ്വഭാവമാണ്. എന്നാൽ ചോദിക്കട്ടെ, ഫകൈഫ മൻ യുരീദു സഫറൽ ആഖിറതി ബിലാ സാദ്, യാത്രയിൽ ആവശ്യമായ വസ്തുക്കളൊന്നും തന്നെ കരുതി വെക്കാതെ ആഖിറത്തിലേക്കുള്ള യാത്ര ഉദ്ദേശിക്കുന്നവന്റെ അവസ്ഥ എന്താണ്? ദുനിയാവിലുള്ള യാത്രയാണെങ്കിൽ ഒരു പക്ഷേ പോകുന്ന വഴിക്കും നമുക്ക് തൊഴിലെടുത്തുകൊണ്ട് വല്ലതും സമ്പാദിക്കാൻ കഴിഞ്ഞേക്കും. പോകുന്ന വഴിക്ക് വെച്ചും ഒന്നുമില്ലെങ്കിൽ വേണമെങ്കിൽ
അവസാനം ഗതിയില്ലാതെ വന്നാൽ ആരെങ്കിലും സഹായിക്കാൻ മുതിർന്നേക്കും. ഏതെങ്കിലും ഒരു മനുഷ്യൻ അവനോട് ചോദിച്ചാൽ അവൻ എന്തെങ്കിലും കൊടുത്തേക്കും. അതേസമയം സഹോദരന്മാരെ, ഒരാളെങ്ങനെ അത്ഭുതമായിട്ട് നോക്കണം. സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കണം, പോകുന്ന വഴിക്ക് ഒന്നും സ്വന്തമായി ലഭിക്കാൻ വകുപ്പില്ലാത്ത, ആരിൽ നിന്നും കിട്ടാനുള്ള വകുപ്പില്ലാത്ത, ഒന്നും സമ്പാദിക്കാനൊരു തൊഴിലിനും അവസരമില്ലാത്ത ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ യാത്രയാണ് ആഖിറത്തിലേക്കുള്ള യാത്ര. അതുകൊണ്ട് തന്നെ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ഫകൈഫ മൻ യുരീദു സഫറൽ ആഖിറതി ബിലാ സാദ്, യാതൊരൊരുക്കവുമില്ലാതെ ആഖിറത്തിലേക്കുള്ള യാത്ര പോകാൻ ഒരുങ്ങുന്നവന്റെ അവസ്ഥ എന്താണ്? അപ്പോഴാണ് അവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, വമാ സാദുനാ യാ അബൂദർ, എന്താണ് അബൂദറേ ഞങ്ങൾക്കുള്ള പോകുന്ന സമയത്ത് ഞങ്ങൾ ഒരുക്കി വെക്കേണ്ട സാദ് എന്താണ്? ഭക്ഷണം എന്താണ്? വസ്തു എന്താണ്? ഒരുക്കേണ്ട വസ്തുക്കൾ എന്താണ്? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, കഅബത്തിന്റെ സമീപത്ത് വന്ന എല്ലാവരും കൃത്യമായി 5 വക്ത് നിസ്കരിക്കുന്നവരാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ നിസ്കാരം ഖളാക്കുന്ന ഒരൊറ്റ മനുഷ്യനില്ല, നോമ്പെടുക്കാത്ത മനുഷ്യന്മാരില്ല, സകാത്ത് നൽകാത്ത മനുഷ്യന്മാരില്ല, നിർബന്ധമായ കൈയൊഴിക്കുന്നവർ ആ സദസ്സിലില്ല. ആ സദസ്സിൽ മദ്യപാന്മാരില്ല, വ്യഭിചാരികളില്ല, കള്ളന്മാരില്ല. മഹാനായ സഹാബിയായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലുള്ളതൊക്കെ ഫർളായ കാര്യങ്ങളൊക്കെ എടുക്കുന്നവരും അതുപോലെ ഒഴിക്കൽ നിർബന്ധമായ ഹറാമുകളൊക്കെ കൈയൊഴിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ പറയുകയാണ്, വമാ സാദുനായ അബൂദർ, അബൂദർ ഗിഫാരി തങ്ങളെ, എന്താണ് ഞങ്ങൾ ആഖിറത്തിന് വേണ്ടി ഒരുങ്ങേണ്ട ഒരുക്കം എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, സലാത്തു റകഅതൈനി ഫീ സവാദിൽ ലൈലി ലിവഹശത്തിൽ ഖുബൂർ. ആഖിറത്തിലേക്കുള്ള യാത്രയിൽ ആദ്യമായി പോയി ഇറങ്ങുന്ന സ്റ്റേഷൻ ഖബറാണ്. ആ ഖബർ എന്ന് പറയുന്നത് ഒരു സാധാരണ സ്റ്റേഷനല്ല. നമ്മൾ ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയാൽ, അതുപോലെ നമ്മളൊരു ബസ് സ്റ്റേഷനിൽ പോയി ഇറങ്ങിയാൽ അവിടെ നമ്മൾ മാത്രമല്ല, ധാരാളം ആളുകൾ ബസ് കാത്തിരിക്കുന്നവരുണ്ട്, ട്രെയിനിൽ യാത്ര പോകുന്നവരുണ്ട്, വരുന്നവരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, പലരുമുണ്ട്. പക്ഷേ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പാരത്രിക ലോകത്തേക്ക് പോകുമ്പോൾ ആദ്യമായി ഇറങ്ങുന്ന സ്റ്റേഷനായ ഖബർ. ആ ഖബറിൽ നമുക്കാരെയും നമ്മുടെ കൂടെ കൂട്ടാളികളായി കാണാൻ സാധ്യമല്ല. അവിടെ മനുഷ്യന്റെ കൂട്ടിന് സൽക്കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ, മറ്റൊന്നും അവിടെ കൂട്ടിന് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ പറഞ്ഞു, ഖബറിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസം, സുബ്ഹാനല്ലാഹ്, എത്ര സ്നേഹിക്കുന്ന ഭാര്യയും ഖബറിൽ കൂടെ വന്ന് കിടക്കാനില്ല, എത്ര തന്നെ പ്രിയപ്പെട്ട ഭർത്താവും കൂടെ വന്ന് കിടക്കാനില്ല, എത്ര പ്രിയപ്പെട്ട അനുയായിയും നേതാവുമില്ല, സുബ്ഹാനല്ലാഹ്, ബാപ്പയും മകനും ഇല്ല, ആരും കൂടെയില്ല. ഏത് മനുഷ്യനും ഖബറിന്റെ സമീപത്ത് ചെന്നാൽ, ബഹ്ലൂലുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു ഹാറൂൻ റഷീദ് രാജാവിനോട് പറഞ്ഞതുപോലെ, ഇവിടെ എന്തു തന്നെ ആഡംബരങ്ങളുമായി നീങ്ങിയാലും, ഓ ഹാറൂൻ റഷീദ് രാജാവേ, അതേ, നിങ്ങളിവിടെ എത്ര തന്നെ പവറിലങ്ങ് നീങ്ങിയാലും, ഹബ് അന്നക ഖദ് മലക്തൽ അർള തുറാ വദന ലക്കൽ ഇബാദു ഫകാന മാദാ അലൈസ ഗദൻ മസീറുക ജൗഫ ഖബരി വയഹ്സു തുർബ ഹാദാ സുമ്മ ഹാദാ. ഇവിടെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളെ അനയിക്കാനും നിങ്ങളെ ബഹുമാനിക്കാനും മുട്ടാനും പാടാനും പൊട്ടിക്കാനും ഒക്കെ പലരുമുണ്ടാകും. പക്ഷേ നിങ്ങളോട് ചോദിക്കട്ടെ, ധാരാളം അനുയായികളുണ്ടെങ്കിൽ തന്നെ
നിങ്ങൾക്കിവിടെ രാജ്യമൊക്കെ